നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ വിദേശികളുടെ താമസ നിയമങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ കാതലായ മാറ്റങ്ങൾ വരുന്നതായി റിപ്പോർട്ട്. അങ്ങനെ സാധാരണഗതിയിൽ വിദേശികൾക്ക് പരമാവധി 5 വർഷത്തേക്ക് മാത്രമേ താമസാനുമതി നൽകൂ എന്നതുൾപ്പെടെയുള്ള നിയമ പരിഷ്കാരങ്ങളാണ് നിലവിൽ വരാൻ പോകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. താമസ നിയമം പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട കരട് നിർദ്ദേശത്തിന് കുവൈറ്റ് ദേശീയ അസംബ്ലിയിലെ ആഭ്യന്തര പ്രതിരോധ കമ്മിറ്റി അംഗീകാരം നൽകി കഴിഞ്ഞു. ആഭ്യന്തര പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ യോഗമാണ് കരട് നിർദ്ദേശത്തിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇനി നാഷണൽ അസംബ്ലി കരട് നിയമം അംഗീകരിക്കേണ്ടതുണ്ട്. ഇതിനുശേഷം അമീറിന്റെ അധികാരത്തോടെ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യുന്നതോടെ നിയമം പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും. കരട് ഭേദഗതി നാഷണൽ അസംബ്ലിയുടെ പരിഗണനയ്ക്കായി സമർപ്പിച്ചതായി കമ്മിറ്റി അംഗം സഅദുൻ ഹമാദ് അറിയിച്ചു. സർക്കാരിന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായാണ് ഭേദഗതികൾ തയ്യാറാക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. നിയമ ഭേദഗതിയിൽ സുപ്രധാന നിർദ്ദേശങ്ങൾ ഇപ്രകാരമാണ്. താമസാനുമതിയുമായി ബന്ധപ്പെട്ട നിരവധി സുപ്രധാന ഭേദഗതികൾ ഉൾപ്പെടുന്നതാണ് ഈ കരട് ബില്ല്. വിദേശികളുടെ രാജ്യത്തേക്കുള്ള പ്രവേശനം, താമസം, പ്രവേശന വിസ, രാജ്യത്തെത്തിയാൽ പാലിക്കേണ്ട കാര്യങ്ങൾ, വിദേശികളുടെ നാടുകടത്തൽ, വിസ കച്ചവടം, താമസം, വിസ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ, അവയ്ക്കുള്ള ശിക്ഷകൾ എന്നിവയുമായി ബന്ധപ്പെട്ട സുപ്രധാന ഭേദഗതികളാണ് കരട് നിർദ്ദേശത്തിൽ ഉള്ളത്. സാധാരണഗതിയിൽ വിദേശികൾക്ക് രാജ്യത്ത് 5 വർഷത്തേക്ക് മാത്രമേ താമസാനുമതി നൽകുകയുള്ളൂ എന്നതാണ് പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്ന്. പാസ്പോർട്ടിന് കാലാവധിയുണ്ടെങ്കിൽ മാത്രമേ നിശ്ചിത കാലത്തേക്ക് താമസ വിസ അനുവദിക്കൂ. ഹോട്ടലുകളിലും അപ്പാർട്ട്മെന്റുകളിൽ താമസിക്കുന്ന വിദേശ പൗരന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ അവർ ചെക്ക് ഇൻ കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ ആഭ്യന്തര മന്ത്രാലയത്തെ വിവരം അറിയിക്കണമെന്നും നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. വിദേശികൾക്ക് പരമാവധി 3 മാസം വരെ താൽക്കാലിക ഇക്കാമ അനുവദിക്കും. 3 മാസം കൂടുമ്പോൾ ഇവ പുതുക്കാനും അനുമതിയുണ്ടാകും. എന്നാൽ രാജ്യത്തെത്തി 1 വർഷത്തിനകം സ്ഥിരം ഇക്കാമ ലഭിക്കാത്ത പക്ഷം നിർബന്ധമായും രാജ്യം വിടണം. സാധാരണഗതിയിൽ വിദേശികൾക്ക് പരമാവധി 5 വർഷം വരെ ഇക്കാമ അനുവദിക്കാം. കുവൈറ്റ് പൗരന്മാരുടെ വിദേശികളായ മക്കൾ, റിയൽ എസ്റ്റേറ്റ് ഉടമകൾ എന്നിവർക്ക് 10 വർഷം വരെയും വാണിജ്യ മേഖലയിൽ നിക്ഷേപം നടത്തിയ വിദേശികൾക്ക് 15 വർഷം വരെയും ഇക്കാമ അനുവദിക്കുന്നതായിരിക്കും. വിസ കാലാവധി കഴിയുകയോ പുതുക്കലപേക്ഷ നിരസിക്കപ്പെടുകയോ ചെയ്യുന്ന പക്ഷം പ്രവാസികൾ കുവൈറ്റ് വിടണം. എന്നാൽ പുതിയ താമസ വിസ ലഭിക്കാൻ ഇവിടെയുള്ളവർക്ക് ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി രാജ്യത്ത് തങ്ങാൻ അനുമതിയുണ്ടായിരിക്കുമെന്നും കരട് നിർദ്ദേശത്തിൽ പറയുന്നു. കുവൈറ്റിൽ റെസിഡന്റ് വിസയുള്ളവർ 6 മാസത്തിൽ കൂടുതൽ രാജ്യത്തിന് പുറത്ത് താമസിച്ചാൽ ഇക്കാമ സ്വമേധയാ അസാധുവാകും. 6 മാസത്തിൽ കൂടുതൽ കുവൈറ്റിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട പ്രത്യേക സാഹചര്യങ്ങളിൽ സ്പോൺസർ മുഖേന ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങണം. കുവൈറ്റി സ്ത്രീകളുടെ മക്കൾ, റിയൽ എസ്റ്റേറ്റ് ഉടമകൾ, നിക്ഷേപകർക്ക് ഇവർക്ക് 6 മാസ കാലാവധി ബാധകമല്ല. അതേസമയം ഗാർഹിക തൊഴിലാളികൾ മുൻകൂർ അനുമതിയില്ലാതെ 4 മാസത്തിൽ കൂടുതൽ രാജ്യത്തിന് പുറത്തു തങ്ങിയാൽ അവരുടെ വിസ റദ്ദാക്കുമെന്നും കരട് നിർദ്ദേശത്തിലുണ്ട്. വിസ കച്ചവടം, മനുഷ്യക്കടത്ത് എന്നിവയ്ക്കുള്ള ശിക്ഷ 3 വർഷത്തിൽ കുറയാത്ത തടവും 5000 ദിനാർ പിഴയുമാക്കി വർദ്ധിപ്പിക്കാനും ഭേദഗതി നിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. മതിയായ വരുമാന സ്രോതസ് കാണിക്കാനാകാത്തവരെ ഇഖാമയുണ്ടെങ്കിലും കുടുംബസമേതം നാട് കടത്താൻ ആഭ്യന്തരമന്ത്രിക്ക് പ്രത്യേക അധികാരം നൽകുന്നതാണ് ഈ കരട് നിയമം. പൊതുസുരക്ഷ, ധാർമ്മികത തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പൊതു താൽപര്യം മുൻനിർത്തിയും പ്രവാസികളെ നാടുകടത്താൻ ആഭ്യന്തരമന്ത്രിക്ക് അധികാരം ഉണ്ടായിരിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.